ഹലോ, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ഹീപ്പിംഗ് കപ്പ് നിറച്ചൊരു കപ്പ് ബസ്മതി റൈസ് ഒരു മുക്കാൽ മണിക്കൂർ കുതിർത്ത് വെച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഒരു 1/4 കപ്പ് ബീൻസ്, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് ക്യാരറ്റ് എല്ലാം ഞാൻ ഒരു 1/4 കപ്പ് അളവാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു ചുമന്ന ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, കുറച്ച് പീസ് മിൻറ്റ് അരിഞ്ഞത്, ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ മസാലയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, ഒരു 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, 4-5 ഹോൾ പെപ്പർ, ഗ്രാമ്പു. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഒരു 3/4 ടീസ്പൂണോളം സാധാരണ ജീരകവും ഒരു 1/4 ടീസ്പൂൺ ഷാജീരയും എടുത്തിട്ടുണ്ട്. ഈ ഷാജീര ശരിക്കും ഹൈദരാബാദ് ബിരിയാണിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജീരകമാണ്. പിന്നെ കുറച്ച് 1/4 കപ്പ് തേങ്ങാപ്പാൽ, ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നെയ്യ്. അപ്പോൾ ഞാനൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഷാജീര ഇല്ലെങ്കിൽ പെരിഞ്ജീരകം എടുത്താലും മതി. പെരിഞ്ജീരകം ആണെങ്കിൽ നമ്മളൊന്ന് അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ജിഞ്ചർ ഗാർലിക്കിനോടൊപ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷാജീരയും ഒരുപാടായി പോരുത്, അതിനൊരു ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ എടുത്തത്. ഇനി ഞാനിതിലേക്ക് 2 ബേ ലീവ്സും കൂടി ചേർക്കുകയാണ്. നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇനി ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർക്കാം. ഈ ഉള്ളിയാണെങ്കിൽ ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്, നമുക്ക് സ്ലൈസ് ചെയ്താലും മതി, അത് നമ്മുടെ ഇഷ്ടം. ഞാനിതൊന്ന് പെട്ടെന്നാവാൻ വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്കിനി നമ്മളൊന്ന് ഉള്ളി എണ്ണ ഒന്ന് ഈ ഗീ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് കോട്ടായതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ഉള്ളിയും ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വെജിറ്റബിൾസും ചേർക്കാം. ക്യാപ്സിക്കം ആക്ച്വലി ഞാൻ കുറച്ചൊന്ന് നമ്മുടെ ചോറ് ഒക്കെ അല്പം വെന്തിട്ടേ ഞാൻ ആഡ് ചെയ്യുള്ളൂ. കാരണം ക്യാപ്സിക്കം വെന്ത് കഴിയുമ്പോൾ അതിനൊരു പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ആദ്യമേ ചേർക്കാം. ഞാനിപ്പോൾ ടുവേർഡ്സ് എൻഡാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ ഇതിലേക്കിനി ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. ഇത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് ചിലർക്ക് പൊട്ടാറ്റോ ഇഷ്ടമാണെങ്കിൽ അത് ക്യൂബാക്കി അതിടാം, പനീർ ആഡ് ചെയ്യാം. നമുക്ക് പനീറാണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ പൊടിഞ്ഞു പോവില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആദ്യം ഒന്ന് വഴറ്റാം. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടില്ല, അതുപോലെ തന്നെ മിൻറ്റ് അരിഞ്ഞു വെച്ചതും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് അരി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 മണിക്കൂറോളം കുതിർത്ത് വെച്ച് ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ ഇനി അരി ഒരു 2-3 മിനിറ്റ് വഴറ്റാം. അപ്പോൾ അരി വഴറ്റുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം വഴറ്റാൻ, അതല്ലെങ്കിൽ റൈസ് ഗ്രെയിൻസ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ്, ഒരു ലെവൽ കപ്പല്ല, കുറച്ച് നിറച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഒരു കപ്പിന് ഒരു 2.5 കപ്പോളം വെള്ളം വേണം എനിക്ക്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഒരു 1/4 കപ്പോളം ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് പകുതി തേങ്ങാപ്പാലും പകുതി വെള്ളവും ചേർക്കാം. ഞാനിപ്പോൾ അതിൻ്റെ 1/4 പോർഷനേ തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കപ്പ് അരിക്ക് 2 കപ്പാണ് വെള്ളം. അതിൻ്റെ കണക്ക് നമ്മൾ പ്രഷർ കുക്കറിലല്ല, അല്ലാതെ ഇങ്ങനെ വേവിക്കുമ്പോൾ. അപ്പോൾ ഞാനിതിൽ നമുക്ക് വെജിറ്റബിൾസ് കൂടി വേവണം എന്നുള്ളതുകൊണ്ട് 2 എന്നുള്ളത് 2.25 കപ്പ്. പിന്നെ ഞാനൊരു അല്പം നിറച്ചാണ് ഇതെടുത്തേക്കുന്നത്, ലെവൽ കപ്പല്ല. അതുകൊണ്ട് ഒരു 2.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്, വെള്ളവും തേങ്ങാപ്പാലും. അപ്പോൾ ഉപ്പും ചേർക്കുമ്പോഴും നമ്മളതുപോലെ ഈ വെള്ളം അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ചൊന്ന് ഉപ്പിൻ്റെ ടേസ്റ്റ് വേണം, എങ്കിലേ നമ്മൾ വെന്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ പുളിക്കായിട്ട് ഞാനൊരു 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുകയാണ്.
ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെള്ളം മതിയോ എന്ന്. അഥവാ നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരികയാണെങ്കിൽ എപ്പോഴും, അതായത് ഇപ്പോൾ നമ്മൾ അരി പകുതി വെന്തിട്ട് വെള്ളം ചേർക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം. അതല്ലെങ്കിൽ പിന്നെ ആ വെള്ളവും കൂടി ഒന്ന് ചൂടായി കിട്ടാനുള്ളതിൻ്റെ ഒരു വേവ് ഒരു മിസ്റ്റേക്ക് വരും. അപ്പോൾ ഏകദേശം ഒരു 50% കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കുകയാണ്. അപ്പോൾ ആ ക്യാപ്സിക്കത്തിന് ആ ഒരു നിറവും കിട്ടും, പിന്നെ അതൊരുപാട് വെന്ത് പോവില്ല. അപ്പം ഞാൻ അരി പൊടിഞ്ഞു പോകാതെ ഒരു ചെറിയ ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇപ്പം ഉണ്ട്. പിന്നെ ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. ഞാൻ അതുപോലെ ഇത് ചെറിയ തീയിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ വെള്ളമെല്ലാം ഇവാപ്പറേറ്റ് ആയി പോവുകയും ചെയ്യും, അരി വേവുകയില്ല നമുക്ക് കറക്റ്റിന്. അപ്പോൾ ഇതിലേക്കിനി ഞാൻ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് ചേർക്കുകയാണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കുമ്പോഴും നമ്മൾ ചോറ് പൊടിഞ്ഞു പോവാതെ ഒന്ന് സൂക്ഷിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വെജ് പുലാവിൻ്റെ കൂടെ നമുക്ക് റൈത്തയും പപ്പടവും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓപ്ഷണലി കുറച്ച് ഗീ കൂടെ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.